ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് നമുക്ക് മുട്ടയും ഉരുളൻകിഴങ്ങ് കൊണ്ടും മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ വീഡിയോയിൽ ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതേമാതിരി നമ്മൾ ഉരച്ചെടുക്കണം. ഇതേമാതിരി ഉരച്ച് നല്ല രീതിയിൽ എടുക്കണം. അത് നമ്മൾക്ക് ഒരു ഉരുളൻകിഴങ്ങോ 2 or 3 അങ്ങനെ നമുക്ക് ആവശ്യം പോലെ നമ്മൾക്ക് ഇതേമാതിരി ചെയ്യ് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചു. ആ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ 15 മിനിറ്റ് നേരം ഈ വെള്ളത്തിൽ ഉരുളൻകിഴങ്ങ് ചെയ്ത് ഇട്ട് വയ്ക്കണം. ഇതാകുമ്പോഴേക്കും നമുക്ക് മുട്ടയൊക്കെ അടിച്ചെടുക്കാം. മുട്ട അടിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചു. അതിലേക്ക് നമ്മൾ മുട്ട ഓരോന്നായി അടിച്ചൊഴിക്കുകയാണ്. 3 മുട്ട ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം. 2 or 3 അത്ര ആവശ്യം പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു പ്രോട്ടീൻ ആയിട്ടുള്ളതാണ്. മുട്ടയും ഉരുളൻകിഴങ്ങും മാത്രമാണ് ഇതിലുള്ളത്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ച് മിക്സാക്കി എടുക്കാം. നമ്മുടെ മുളകൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് എടുക്കാം. ഇതേമാതിരി നല്ലോണം വെള്ളം വാറ്റി പിഴിഞ്ഞ് പാത്രത്തിലേക്ക് ഇടാം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ ഉപ്പൊക്കെ ഇട്ട് അടിച്ചതുകൊണ്ട് 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില. ഇനി നമ്മൾ മുട്ട അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട കുറച്ച് നമ്മൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ചീയി വെച്ചത് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ച് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഒരു പാൻ ചൂടാക്കി നമ്മൾക്ക് ഇത് അതിലേക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതേമാതിരി നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കാം. നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. ഷുഗർകാർക്കും ഡയറ്റുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഒരു പാൻ വെച്ചു. അതിലേക്ക് 1 ടീസ്പൂണ് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇനിയിപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് നല്ലോണം നമുക്ക് പരത്തി കൊടുക്കാം. ഇത് നമുക്ക് 2-3 ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറേശ്ശെയായി ഇങ്ങനെ പരത്തി കൊടുത്ത് ഒരു വട്ടം പരത്തി കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ലെയർ ആയി കഴിഞ്ഞു. ഇനി കുറച്ച് ചീസ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചീസ് ചിരകി വെച്ചതാണ്. അത് 1 ടീസ്പൂണ് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ചീസ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് മിക്സാക്കി ഇനി അതിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂണ് മുട്ട അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ചീസ് ഇട്ടു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തു. മുട്ടയും
ഒഴിച്ചു കൊടുത്തു. ഇനി ആദ്യം നമ്മൾക്ക് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുത്ത് ഒരു ലെയറും കൂടി അടപ്പ് വെച്ച് നമുക്കൊരു 5-6 മിനിറ്റ് നേരം ഇതിനെ ചെറിയ തീയിലിട്ട് വേവിക്കാം. 6 മിനിറ്റ് നേരം കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല പോലെ വെന്ത് കിട്ടും. ഇത് നമ്മൾ ഉരുളൻകിഴങ്ങ് ചീകി വെള്ളത്തിലിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്യാസ് പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. 1 ടീസ്പൂണ് ഓയിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. സോസ് ഇവിടെ നമ്മൾ ഒഴിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കുക വേണ്ടു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.